KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രതികരണം വരികയാണ്. ജാതി നോക്കി KPCC പുനഃസംഘടന നടത്തരുത് എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ നിലപാട്. കഴിവുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. പാരമ്പര്യവും യോഗ്യതയും മാനദണ്ഡമാകണം. ജാതി സമവാക്യങ്ങൾ അവസാനിച്ചാലേ പാർട്ടി നേതൃത്വം കരുത്തുറ്റതാകൂ എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി പറയുകയാണ്. ജാതി സമവാക്യങ്ങളുടെ പേരിൽ കേരളത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പാർട്ടി പിന്തിരിയണം. ഈ ജാതി സമവാക്യങ്ങൾ എന്ന് അവസാനിക്കുന്നു, എന്ന് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാർട്ടി ഘടകങ്ങളിൽ നേതാക്കന്മാരെ തീരുമാനിക്കുന്നു, അന്നേ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പാരമ്പര്യം, പൈതൃകം, പ്രവർത്തന മികവ്, അതുപോലെ തന്നെ നിലപാടുകൾ ഉള്ള ആളായിരിക്കണം KPCC പ്രസിഡന്റ്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യം മുതൽ എടുക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൽ അത് പ്രായോഗികമാകുമോ എന്നറിയില്ല. പക്ഷേ പുനഃസംഘടനാ ചർച്ചകൾ നടക്കുന്നതിനിടെ മുതിർന്ന നേതാക്കളുടെ ഓരോരുത്തരുടെയും പ്രതികരണം ഈ തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ, വിനീത, തീർച്ചയായും നേരത്തെ തന്നെ ഈ KPCC പ്രസിഡന്റ് ആകാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നിരുന്നു. ആ ഘട്ടത്തിലും ഉണ്ണിത്താൻ പ്രതികരിച്ചത് യോഗ്യത നോക്കിയാവണം നേതൃമാറ്റം ഉണ്ടാവേണ്ടത്. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് മാനദണ്ഡം എന്നുള്ളത് യോഗ്യത മാത്രമായിരിക്കണം എന്നത് നേരത്തെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയതാണ്. ആ നിലപാട് ആവർത്തിക്കുകയാണ്. ഈ നേതൃമാറ്റ ചർച്ചകൾ വൈകുന്നതിൽ ചില അതൃപ്തിയും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഇതിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ജാതി സമവാക്യങ്ങൾ ജാതി നോക്കിക്കൊണ്ട് ഒരിക്കലും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളെ തിരഞ്ഞെടുക്കരുത്. അത്തരത്തിലുള്ള സംഘടനാ ചർച്ചകൾ ഉണ്ടാകാൻ പാടില്ല. പാരമ്പര്യവും യോഗ്യതയും നിലപാടുമായിരിക്കണം മാനദണ്ഡം. അതുമാത്രം നോക്കി KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉൾപ്പെടെ നിർണയങ്ങൾ, തീരുമാനങ്ങൾ എടുക്കണം എന്നതാണ് ഉണ്ണിത്താൻ ഇന്ന് പ്രതികരിച്ചത്. ഇപ്പോൾ ഡൽഹിയിൽ സാഹചര്യം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടക്കുന്നില്ല. അതിനുശേഷം ഉടൻ തന്നെ അത്തരം ചർച്ചകൾ പുനരാരംഭിക്കുകയും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉൾപ്പെടെ തീരുമാനമുണ്ടാവുകയും ചെയ്യും എന്നതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത്തരം ചർച്ചകൾ നടക്കുമ്പോൾ ജാതി സമവാക്യങ്ങളാകരുത്, യോഗ്യതയായിരിക്കണം മാനദണ്ഡമെന്നാണ് ഒരിക്കൽ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചതാണ്. അത് ആ നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങൾ നൽകിയായിരുന്നു.